നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ 2023 ടോപ്പ് സ്കോററായല്ലോ. 54 ഗോളുകളാണ് അദ്ദേഹം അടിച്ചിരുന്നത്. എന്നാൽ പലരും ഇതങ്ങ് അംഗീകരിക്കാൻ മടിയുള്ളതുപോലെ. എന്നിട്ട് അവരുയർത്തിയ വാദം ക്രിസ്ത്യാനോ അടിച്ച ചില ഗോളുകൾ അറബ് കപ്പിലെ ഗോളുകളാണ്, അത് ഫിഫ അംഗീകരിച്ചിട്ടില്ല, അപ്പോൾ ആ ഗോളുകൾ അങ്ങ് കുറക്കണം. ഇപ്പോൾ ക്രിസ്ത്യാനോ 54 ഗോളുകൾ, 52 ഗോളുകളുമായിട്ട് കിലിയൻ എംബാപ്പയും അതുപോലെ ഹാരി കെയ്നും തൊട്ടുപുറകിലുണ്ട്. അവരെ മറികടന്നുകൊണ്ടാണ് ക്രിസ്ത്യാനോ ഒന്നാമതെത്തിയത്. അപ്പോൾ അറബ് കപ്പിലെ ഗോളുകൾ കുറച്ചാൽ ക്രിസ്ത്യാനോയുടെ ടോപ്പ് സ്കോറർ സ്ഥാനം നഷ്ടമാകും. ഫിഫ അംഗീകരിച്ചിട്ടില്ല അറബ് കപ്പ്, അതുകൊണ്ട് ഫിഫ ഇത് കൗണ്ട് ചെയ്യില്ല എന്ന് പലരും പറഞ്ഞിരുന്നു. അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ മാത്രമല്ല, എക്സിലൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് പോസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? ഫിഫ എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? ഫിഫ തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫിഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 2023 ഇൻ സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ലേഖനമുണ്ട്. അതിൽ കുറേ സ്റ്റാറ്റിസ്റ്റിക്സുകളാണ് പറയുന്നത്. അതിൽ രണ്ടാമതായിട്ട് പറയുന്നത് തന്നെ ക്രിസ്ത്യാനോയുടെ ഈ നേട്ടമാണ്. 54 എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ. എന്നിട്ട് ഫിഫ പറയുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോ നെറ്റഡ് ദി മോസ്റ്റ് ഗോൾസ് ഇൻ 2023, 54 in 59 അപ്പിയറൻസസ്. 59 കളികളിൽ നിന്ന് 54 ഗോളുകൾ ക്രിസ്ത്യാനോ നേടി. അദ്ദേഹമാണ് 2023 ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, ഹി വാസ് ഫോളോഡ് ബൈ കിലിയൻ എംബാപ്പെ 52 goals in 53 games, ഹാരി കെയ്ൻ 52 goals in 57 games ആൻഡ് ഏർലിംഗ് ഹാലൻഡ് 50 in 60 games എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചുരുക്കത്തിലെ കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ ഫിഫ കൊടുക്കുന്നു. എന്നിട്ട് അതിൽ പറയുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് 2023 ഏറ്റവും അധികം ഗോൾ അടിച്ചത്. 54 ഗോളുകളും ഫിഫ കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിഫ ഗോളുകൾ കൗണ്ട് ചെയ്യാതിരുന്നിട്ടില്ല. അറബ് കപ്പിലെ ഗോളുകൾ ഫിഫ കൗണ്ട് ചെയ്യാതിരുന്നിട്ടില്ല. കൗണ്ട് ചെയ്യാതിരിക്കുന്നത് ഇവിടെ വേറെ ചിലരാണ്. അതുകൊണ്ട് അതങ്ങ് മാറ്റിവെക്കുക. ഒന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ തന്നെയാണ്. അതങ്ങ് അംഗീകരിച്ചിരിക്കുക. ഫിഫ അംഗീകരിച്ചിട്ടുണ്ട്. ഫിഫ പറഞ്ഞാൽ പിന്നെ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.